അപ്പോൾ നമുക്ക് ചേമ്പന്താളിൻ്റെ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ താളെടുക്കണം. അപ്പോൾ ഇതാണ് താള്. ചേമ്പ് 4 ടൈപ്പ് ഉണ്ട്. ഞാൻ വീഡിയോയുടെ സൈഡിൽ ഞാൻ കാണിക്കാം, അറിയാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ 4 ടൈപ്പ് ചേമ്പും ഞാൻ കാണിക്കാം. ഫസ്റ്റ് വൺ വേനൽ ചേമ്പ്. ഇതിൻ്റെ തണ്ടും കിഴങ്ങൊക്കെ ഉപയോഗിക്കും. തണ്ട് ഒരു വയലറ്റ് കളറായിരിക്കും. പിന്നെ രണ്ടാമത്തതാണ് ചെറുചേമ്പ്, കണ്ണൻ ചേമ്പെന്നും പറയും. ഇതിൻ്റെ ഇല കെട്ടിയിട്ടൊക്കെ കറി വയ്ക്കും. അത് നല്ല ടേസ്റ്റാണ്. പറ്റുമെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ഇടാം, അതിൻ്റെ ഇല കെട്ടിയിട്ടുള്ള കറി. ചെറുചേമ്പിൻ്റെ തണ്ടും ഇലയും കിഴങ്ങും 3 എടുക്കും കറിക്ക്. അപ്പോൾ ഇത് ശീമച്ചേമ്പ്, ഇതിനെ പാണ്ടിച്ചേമ്പെന്നും പറയും. അപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മൂക്കാത്ത തണ്ട് നോക്കി എടുക്കണം. കൂമ്പലയും നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കും. പിന്നെ 4മത്തെയാണ് ചീരച്ചേമ്പ്. അതിന് സുന്ദരിച്ചേമ്പെന്നും പറയും. അതിന് വിത്ത് ഉണ്ടാവില്ല. നമ്മൾ വിത്ത് അതിൻ്റെ കറി വയ്ക്കാൻ എടുക്കില്ല. തണ്ടും അതിൻ്റെ ഇലയും മാത്രം തോരനൊക്കെ വയ്ക്കാൻ എടുക്കുള്ളൂ. അപ്പോൾ ഇത് താളുകൾ നമുക്ക് പല ടൈപ്പിൽ കറി വയ്ക്കാം. തോരൻ വയ്ക്കാം, സവാളയൊക്കെ ഇട്ടിട്ട് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ ഇന്ന് വെക്കണത് മീൻകറി ടൈപ്പ് ഒരു കറിയാണ്. കുടംപുളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച ഒരു കറിയാണ്. അപ്പോൾ പുളിക്ക് നമ്മൾ കുടംപുളി ഇടും. പിന്നെ ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഫൈബറും അതുപോലെ വൈറ്റമിൻസും മിനറൽസൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ ചേമ്പ്. നമ്മുടെ കറി എങ്ങനെയാണ് ചെയ്തെടുക്കണേ നോക്കാം. നമ്മൾ ഇന്ന് ചെയ്യണത് പാണ്ടിച്ചേമ്പ് അല്ലെങ്കിൽ ശീമച്ചേമ്പ് വെച്ചിട്ടാണ്. ശീമച്ചേമ്പ് ഏത് സമയത്തും ഉണ്ടാവണ ഒരു ചേമ്പാണ്. അതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. ഇതുപോലെ തോല് കളയാൻ പറ്റുമെങ്കിൽ തോല് കളഞ്ഞിട്ട് മൂക്കാത്തത് നോക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അരിഞ്ഞ താള് നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഒരു 2 വലിയ കുടംപുളി അതിങ്ങനെ ഇതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട. താള് വെന്ത ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. താള് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, ഒരു 2 ചെറിയ അല്ലി വെളുത്തുള്ളി, പിന്നെ കാന്താരി മുളക്. നമ്മളിതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കണില്ല, മഞ്ഞൾപ്പൊടി മാത്രം. പിന്നെ എരിവിന് കാന്താരി മുളക്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കും. അപ്പോൾ താള് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് സ്പൂൺ വെച്ചിട്ട് സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിയിലേക്ക് മുളകിൻ്റെ ടേസ്റ്റ് ഒന്നും പാടില്ല. ചുവന്ന മുളകിൻ്റെ കാന്താരി മുളക് തന്നെയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ മാക്സിമം ആഡ് ചെയ്യാൻ നോക്കട്ടോ ഈ കറി ഉണ്ടാക്കുമ്പോൾ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കറി നമ്മൾ അധികം ലൂസായിട്ട് വെള്ളത്തിലല്ല ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ കുറുകിയ ഒരു കറിയാണിത്. ഇനി ഇതൊന്ന് കിടന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ തിളച്ച് വരുമ്പോൾ ഒന്നും കൂടിയും വറ്റും. അപ്പോൾ കുറച്ചും കൂടിയും ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അതേ പാത്രത്തിലേക്ക് ഞാൻ കുറച്ചും കൂടിയും വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തിളയ്ക്കണം. അതിന് ശേഷം നമുക്ക് കടുക് വറുത്ത് ഇതിൽ മേലേക്കിടാം. കടുകും ഉലുവയാണ് നമ്മൾ കടുക് വറുക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീൻകറിയുടെയും അവിയലിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റാണ്, ഒരു മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ നാടൻ ഐറ്റംസും നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഈ കാലത്തൊക്കെ ഇത് വർജ്യമാണ്. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ കഴിച്ചു വന്നിരുന്ന കറിയാണ്. അപ്പോൾ അവർക്കൊന്നും ആ കാലത്ത് ഒരു കൊളസ്ട്രോളോ ഷുഗറോ അങ്ങനത്തെ ഒരു അസുഖങ്ങളും ഇല്ല. ഈ കാലഘട്ടത്തിലാണ് എല്ലാവർക്കും എന്താ പറയുക, ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത വീടുകളില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇതൊക്കെയാണ്. ഇതുപോലത്തെ നല്ല നല്ല ഔഷധ ഗുണങ്ങളുള്ള കറികളൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡിനോടാണ് കമ്പം. അപ്പോൾ അത് കഴിക്കേണ്ടെന്നല്ല, കഴിക്കണതിൻ്റെ കൂടെ ഇതുപോലെയുള്ള നമ്മുടെ നാടൻ ഐറ്റംസ്, എന്താ പറയുക, നല്ല വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ നിറയെ നാരുകളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട്
നമുക്ക് കടുക് വറുത്ത് ഇതിൻ്റെ മേലെ ഇടാം. ഞാൻ അതിലേക്ക് കുറച്ചും കൂടിയും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേവിക്കുമ്പോൾ എന്താ ഞാൻ ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില താളുകൾ നമ്മൾ ആദ്യമേ ഉപ്പിട്ട് കൊടുത്താൽ വേവാൻ കുറച്ച് താമസമായിരിക്കും. അപ്പോൾ ഉപ്പിടാതെ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ താള് വെന്ത് കിട്ടും. നമ്മുടെ താള് കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് വറുത്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മതി. ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ താള് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളി താള് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ യൂസ് ചെയ്ത ചേമ്പ് ശീമച്ചേമ്പ് അല്ലെങ്കിൽ പാണ്ടിച്ചേമ്പ് എന്ന് പറയും. ഏത് സമയത്ത് ഉണ്ടാവുന്ന ടൈപ്പാണ്. അതിൻ്റെ കൂമ്പല നോക്കിയിട്ടാണ് നമ്മൾ, കൂമ്പും തണ്ടും നോക്കിയിട്ടാണ്, ഇളം തണ്ടും നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു ഹെൽത്തി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.